നമസ്കാരം. ഞങ്ങളുടെ ആദ്യ ഇന്റർനാഷണൽ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന രാജ്യം ശ്രീലങ്കയാണ്. അപ്പൊ ശ്രീലങ്കയിലേക്ക് പോകുന്നത് ആദ്യം ഇവിടുന്ന് ട്രെയിൻ മാർഗം ചെന്നൈയിലോട്ട് പോകും. ചെന്നൈയിൽ നിന്നാണ് പിന്നെ കൊളംബോയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. നല്ല മഴയാണ്. നീലേശ്വരത്തേക്ക് 30 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. സ്കൂട്ടറിൽ എന്തായാലും പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം. എന്നാ പിന്നെ ഞങ്ങൾ ശ്രീലങ്കയിലോട്ട് പോയിട്ട് വരാം കേട്ടാ. കേറിക്കോ, പോവാ. ഞങ്ങളുടെ ടൗണിലെത്തിയിരിക്കുകയാണ്. അച്ഛൻ ഇവിടെ ഇറങ്ങി. ഈ കടയിലാണ് അച്ഛൻ പണിയെടുക്കുന്നത്. എന്നാ പിന്നെ പോയിട്ട് വരാം കേട്ടാ. ഓക്കെ, പോവാ. വീണ്ടും നല്ല മഴ പിടിക്കുന്നുണ്ട്. ഇപ്പം മഴ പെയ്തു പോയി. ഞങ്ങൾ ആദ്യം ബസ്സിന് പോവാന്നാണ് വിചാരിച്ചത്, പിന്നെ മഴ കാരണം മാറ്റി. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും നീലേശ്വരത്തും. എല്ലായിടത്തും നല്ല വെള്ളം തന്നെയാണ്. മണിയായി, നീലേശ്വരത്തെത്തി. ഇപ്പൊ ഇതിലൂടെ കയറാം. നീലേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത് മംഗലാപുരത്ത് നിന്ന് താമ്പരത്തേക്ക് പോകുന്ന എക്സ്പ്രസിനാണ്. ഞങ്ങൾക്ക് അതിനാണ് ടിക്കറ്റ് കിട്ടിയത്. വണ്ടി ഇപ്പൊ കാഞ്ഞങ്ങാട് കഴിഞ്ഞു. ട്രെയിൻ നമ്പർ 16160 കടന്നു വരികയാണ്. മംഗളൂരു താമ്പരം. സ്ലീപ്പർ ക്ലാസ്സിൽ S3 ആണ് നമുക്ക് പോകാനുള്ള കോച്ച്. കയറിയ ഉടനെ തന്നെയുള്ള ബർത്ത് തന്നെയാണ്. 3 മാറും. അങ്ങനെ നീലേശ്വരത്ത് ഇതാ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ കഴിഞ്ഞ് ഇത് നേരെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കാണ്. ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു. നല്ലൊരു ക്യാപ്ചർ അല്ലേ. അത് വളഞ്ഞാണ് ഇനി പോവുക. ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലത്തെത്തി. നീലേശ്വരത്ത് നിന്ന് കയറിയ ഉടനെ തന്നെ ഷൊർണൂർ വരെ ഞങ്ങൾ ഉറക്കമായിരുന്നു. ആ ഷൊർണൂർ ആ ഭാഗത്തു നിന്നാണ് ഉറങ്ങി എഴുന്നേറ്റത്. ഞങ്ങൾക്ക് നാളെ രാവിലെ 11 മണിക്ക് ശേഷമേ ഫ്ലൈറ്റ് ഉള്ളൂ. പക്ഷേ 2 ആഴ്ച മുന്നേ ആണ് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വേറെ ഏത് ട്രെയിനിലും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. നീലേശ്വരത്ത് നിന്ന് ഒരാൾക്ക് സ്ലീപ്പറിൽ വന്ന ടിക്കറ്റ് ചാർജ് 445 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ പകല യാത്ര ഈ വണ്ടിക്ക് ഭയങ്കര ദുരിതമാണ്. നിർത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളഞ്ഞിട്ടാ പോകുന്നത്. സാധാരണ നീലേശ്വരത്തും താമ്പരം വരെ ഈ വണ്ടിക്ക് 19 മണിക്കൂർ എടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ വെസ്റ്റ് കോസ്റ്റിനൊക്കെ 15 മണിക്കൂറുള്ളൂ. പക്ഷെ എന്താ ചെയ്യാ, നമ്മളൊരു ലോങ് യാത്രയിൽ പോകുന്നത്. നേരത്തെ എത്തിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ലല്ലോ. തീർച്ചയായും. ഇവിടെ ഇപ്പം ഇതാ മഴ പെയ്ത് തുടങ്ങി. S3 കോച്ചിൽ ഞങ്ങളുടെ ബെർത്ത് 3 6 ആണ്. അതായത് 2 അപ്പർ ബർത്താണ്. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് വൈകി. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ അമ്മ തന്നയച്ച ചോറ്, മീൻ ഫ്രൈ ഉണ്ട്, പയർ തോരനുണ്ട്, ഇതാ ഇവിടെ പുളിശ്ശേരി ഉണ്ട്. നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചാ, പക്ഷെ ആ ഒരു ഉറക്കത്തിൽ ഒരുപാട് ലേറ്റായി പോയി. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള റൂട്ടാണ്. മനോഹരമാണ്. മഴ കൂടി പെയ്ത് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ കോടയൊക്കെ കയറി ഇതാ ഭംഗി. കഞ്ചിക്കോട് എത്തുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ഇതിന്റെ വ്യൂ മുഴുവനായിട്ടുള്ളത്. ഇവിടെ മുഴുവനും കോട തന്നെയാണ്. വാളയാറ് കഴിഞ്ഞു. ഇനിയിപ്പോ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയത്ത് ട്രെയിൻ യാത്ര അടിപൊളി തന്നെയാണ്. ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴത്തേക്കും മഴയുടെ ആ ഒരു ഇതൊക്കെ മാറി. പക്ഷെ എന്നാലും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും തോറും മഴയൊക്കെ കുറഞ്ഞു വരും. അടുത്ത സ്റ്റോപ്പ് പോത്തന്നൂരാണ്. കോയമ്പത്തൂരും തിരുപ്പൂരും കഴിഞ്ഞ് ട്രെയിൻ ഇതാ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെയാണ്. 6:10. നോർമലി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സും ചെന്നൈ മെയിലൊക്കെ നേരെ സേലം വഴിയാണ് ചെന്നൈയിലോട്ട് പോവുക. ഇനിയിപ്പോൾ ഇത് നേരെ കരൂർ വഴി
തിരുച്ചിറപ്പള്ളി അങ്ങനെയാ പോവുക. സാധാരണ ഉത്കൃഷ്ട കോച്ചുകളിൽ ഈ അപ്പർ ബർത്തിന്റെ ഇവിടെ ചാർജിങ് പോയിന്റ് ഒന്നും ഉണ്ടാവാറില്ല. ഇതിലെന്തായാലും അതുണ്ട്. അതെന്തായാലും വളരെയധികം ഹെൽപ്ഫുള്ളായി. ഇവിടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ്. ഈ ഒരു സെറ്റിനായത് 60 രൂപയാണ്. സമയം 9:30 കഴിഞ്ഞ് തിരുച്ചിറപ്പള്ളിയിലേക്ക് ഏകദേശം വണ്ടി എത്താനായി. തിരുച്ചിറപ്പള്ളി എത്തിയ ശേഷം ലോക്കോർ വേഴ്സിലൊക്കെ ഉണ്ട്. ഈ വണ്ടി താമ്പരത്തെത്തുക പുലർച്ചെ 2:30-2:40 ആകുമ്പോഴാണ്. അപ്പം ഈ ഉറങ്ങാൻ അധികം വലിയ സമയമൊന്നുമില്ല. പക്ഷെ കിടന്നാലും ഉറക്കൊന്നുമില്ല. കാരണം എത്തിയോ എന്നിൻ്റെ ഒരു ഇത് തന്നെ ആയിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്താണല്ലോ, അവിടുത്തെ ആ ഒരു ലൈറ്റ് ഒന്നും ഓഫാവില്ല. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. പുലർച്ചെ 2:45 വണ്ടി നേരത്തെ തന്നെ എത്തി. ഈ ട്രെയിനിൽ നേരത്തെ പറഞ്ഞില്ലേ, ഉറക്കമൊന്നും ശരിയായേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ട് മീനമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വളരെ അടുത്താണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ പോകുന്നില്ല. കാരണം ഈ ട്രെയിനിൽ വന്ന് തന്നെ വലിയൊരു യാത്ര നടത്തുമ്പോൾ നേരത്തെ വരണമല്ലോ. ഇനിയിപ്പോൾ അതിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ചെന്നൈ സെൻട്രൽ ഭാഗത്തേക്കൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകുന്നുള്ളൂ. ചെന്നൈ ബീച്ചിലേക്ക് പോകുന്ന ഈ ട്രെയിനിൽ കയറി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തിറങ്ങാം. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. ഇവിടെ തന്നെ കയറാം. ട്രെയിനിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. ട്രെയിൻ അങ്ങനെ ഇതാ താമ്പരത്ത് എടുത്തിരിക്കുകയാണ്. 4:35 ട്രെയിനാണ് കയറിയത്. 1 മണിക്കൂറിനുള്ളിൽ എത്തും എന്തായാലും. അങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം 6 മണിയായി. ഞങ്ങൾ കുറച്ചു നേരം സ്റ്റേഷനിൽ അവിടെ റെസ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ ഈ തൊട്ട് മുന്നിൽ തന്നെയാണ് MGR ചെന്നൈ സെൻട്രൽ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാം. ഇഡ്ഡലി വടയാണ് ഓർഡർ ചെയ്തത്. 2 ടൈപ്പ് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ഒരു വടയുണ്ട്, 3 ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഇവർ കൊണ്ടുവന്നത് വാഴയിലയിലാണ്. നമ്മൾ ശ്രീലങ്ക എത്തിയാലും അവിടെ ഏകദേശം ഇതേ ഒരു ടൈപ്പ് ഫുഡ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു. സമയം 6:00. ഇനി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 2 മാർഗ്ഗങ്ങളുണ്ട്. ഇതിന് പുറത്ത് തന്നെയാണ് പാർക്ക് ടൗൺ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് താമ്പരം ചെങ്കൽപ്പേട്ട് ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനിൽ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങാം. അല്ലാതെ പുറത്ത് തന്നെ നമുക്ക് എന്താ പറയുക, മെട്രോ ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എയർപോർട്ടിലേക്ക് മെട്രോ ഒക്കെ കിട്ടും. ഞങ്ങൾ മെട്രോ വഴിയാണ് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സത്യസന്ധമായിട്ട് പറയാനല്ലോ, എൻ്റെയും മനുവിൻ്റെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ്. എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ചെറുതായിട്ട് അറിയാം. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നൊന്നും അറിയില്ല. നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും മനുവൊക്കെ ഉണ്ടല്ലോ, മുംബൈയിലേക്കോ ഡൽഹിയിലേക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ടല്ലോ, അതേപോലെയാണ് പോകുന്നത്. ഏതായാലും നമുക്ക് പോവാം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ആ ഭാഗത്തുനിന്ന് ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. പാർക്ക് ടൗൺ സ്റ്റേഷൻ അവിടെയാണ്. തൊട്ട് മുന്നിലാണ് കോർപ്പറേഷൻ. ഇനിയിപ്പോൾ ഇതുവഴി നേരെ മെട്രോ സ്റ്റേഷനകത്തോട്ട് പോവാം. മെട്രോയിൽ കയറി ഇപ്പോൾ എയർപോർട്ട് ഭാഗത്തെത്തിയിരിക്കുകയാണ്. മീനമ്പാക്കം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ. ഇത് മീനമ്പാക്കം. എയർപോർട്ടിന്റെ മെയിൻ ഭാഗം ഇതാണ്. എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. 35 മിനിറ്റത്തെ യാത്രയാണ് ഉണ്ടായത്. ഒരാൾക്ക് 40 രൂപയാണ് ആയത്. ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ടെർമിനൽ. രണ്ടും ഒരേ ഭാഗത്ത് തന്നെയാണ്. മെട്രോ ഇറങ്ങി നേരെ നമുക്ക് ടെർമിനൽ ഭാഗത്തേക്ക് പോവാം. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 4. ടെർമിനൽ 1ഉം 4ഉം ഡൊമസ്റ്റിക് ആണ്. ഇന്റർനാഷണൽ വരുന്നത് ടെർമിനൽ 2 ആണ്. നമുക്ക് അവിടത്തേക്കാണ് ഇനി പോകേണ്ടത്. ഇതുവഴി നേരെ നടക്കാം. ഞങ്ങൾ അന്ന് ഇവിടെ വരെയാണ് വന്നത്. ഇതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ടിക്കറ്റൊക്കെ വേണമല്ലോ. കൊളംബോ ഫ്ലൈറ്റ് 11:30 ഓൺ ടൈം തന്നെയാണ്, ഇൻഡിഗോ. പിന്നെ ഇപ്പം നേരെ കൗണ്ടർ ഭാഗത്തോട്ട് പോവാം. ചെന്നൈ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ്. ഡൽഹിയിൽ പോയിട്ടുണ്ട്. ചെന്നൈ എയർപോർട്ടിൽ അറൈവൽ താഴെയും ഡിപ്പാർച്ചർ മുകളിലുമാണ്. ഇത് ഇവിടെ
അണ്ണ ഇന്റർനാഷണൽ ടെർമിനൽ 2 ഇതുവഴി ഇനിയിപ്പോൾ അകത്തോട്ട് കയറാം. ഇവിടെ തന്നെ പുറത്ത് മണി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് മാറുന്നില്ല, കൊളംബോ എത്തിയതിനു ശേഷം അവിടെ നിന്നേ മാറുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാം. ഇൻഡിഗോൻ്റെ കൗണ്ടർ പോയി ഇതാ 2 പേർക്കുള്ള ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല പെയിൻറ്റിങ് ഉണ്ട്. ഇവിടെ തന്നെ മീനാക്ഷി അമ്മാൻ ടെമ്പിള് അങ്ങനെ പലതും ഉണ്ട്. ഈ ഭാഗത്ത് കുംഭകോണം എല്ലാം ഓരോരോ ക്ഷേത്രങ്ങളൊക്കെയാണ്. അപ്പോൾ മനോഹരമാണ് ഈ ഒരു ചെന്നൈ എയർപോർട്ടിൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ. ഇനിയിപ്പം നേരെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതൊരു നല്ലൊരു ലുക്കുണ്ട് കേട്ടോ ഈ ഒരു എയർപോർട്ടിൻ്റെ അകംഭാഗം. ഇപ്പോൾ ഇവിടുന്ന് നേരെ റൈറ്റിലേക്കാണ്. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക. കാരണം എന്തിനാണ് നിങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഇപ്പം തന്നെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് വരെ കാണിച്ചിട്ടാണ് ബോർഡിംഗ് പാസ് കിട്ടിയത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അതൊരു വലിയൊരു കഥയാണ്, അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഇതാ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ചെന്നൈ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഇവിടെയാണ് വരുന്നത്. നമുക്ക് സാധനമൊക്കെ വാങ്ങിച്ച് പോകാൻ വേണമെങ്കിൽ നമ്മുടെ ഗേറ്റ് 8 അപ്പോൾ 8 ഈ ഭാഗത്തേക്ക് തന്നെയാണ്. നമുക്കിനിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും, കാരണം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ഒരുപാട് സമയമുണ്ട്, ഒരുപാട് ചേഴ്സ് ഇതാ മുന്നിൽ തന്നെയുണ്ട്. ശ്രീലങ്കയിലേക്ക് പോകാൻ ചെന്നൈയിൽ വന്ന് ഫ്ലൈറ്റ് കയറാൻ വേറൊരു കാരണമുണ്ട്. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ഫ്ലൈറ്റ് കിട്ടിയത് ഇവിടെ നിന്നാണ്. 6500 രൂപക്കാണ് ടിക്കറ്റ് ചാർജ് വന്നത്. പിന്നെ കൊച്ചിയുണ്ട്, ബാംഗ്ലൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. അവിടെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ തിരുച്ചിറപ്പള്ളിയിലെ അവിടെയും ചെന്നൈനെ പോലെ റേറ്റ് കുറവാണ്. ഈ 6500 രൂപ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും കിട്ടണമെന്നില്ല കേട്ടോ ഇതേപോലെ. കാരണം ടിക്കറ്റ് ചാർജ് കൂടാൻ കുറയാം. കാരണം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് കയറുമല്ലോ, അപ്പോൾ അത് മുതൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വരെ ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനു പറഞ്ഞു തരും. മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാലും എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറണമല്ലോ, അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ആ ഒരു PDF നമ്മുടെ ഫോണിലില്ലത് കാണിച്ചാൽ മതി. നമ്മൾ പ്രിൻ്റ് എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അതായത് ആ ഒരു ടിക്കറ്റിലില്ല ആ പേര് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യും. അതായത് മനു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇവനോട് കുറേട്ടും പറഞ്ഞു, അതായത് എടാ നമ്മൾ ടിക്കറ്റ് PDF എടുക്കണോ അത് പ്രിന്റ് എടുക്കണോ അത് കാണിച്ചു കൊടുക്കണോ, കാരണം ഇവിടെ എത്തിക്കാൻ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ തന്നെ എന്നോട് പറഞ്ഞു വേണ്ട നമുക്ക് ഫോൺ കാണിച്ചാൽ മതി, അത് മാത്രം മതി. എനിക്ക് ആ ഒരു ടിക്കറ്റിലെ പേരില്ലേ അത് ചെക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു ID കാർഡ് കൊടുത്താൽ മതി. ഞങ്ങൾ പിന്നെ പാസ്പോർട്ടാണ് കൊടുത്തത്. അങ്ങനെ അകത്തേക്ക് കയറും എയർപോർട്ടിൻ്റെ. പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് ഏത് എയർലൈൻ വഴിയാണോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതിൻ്റെ കൗണ്ടറിലേക്ക് പോവാം. നമ്മൾ ഇൻഡിഗോ ആണ് ബുക്ക് ചെയ്തത്. ഇൻഡിഗോൻ്റെ കൗണ്ടറിലേക്ക് പോയി ബോർഡിംഗ് പാസ് വാങ്ങിച്ചു. ഈ ബോർഡിംഗ് പാസ് വാങ്ങിക്കുന്ന സമയത്തും അവർ നമ്മളോട് എന്തിനാണ് പോകുന്നത്, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ബോർഡിംഗ് പാസ് കിട്ടിയത്. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നേരെ പോകേണ്ടത് ഇമിഗ്രേഷൻ്റെ അടുത്തേക്കാണ്. അവിടെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെയാണ് നമ്മളോട് മെയിനായിട്ട് ചോദിച്ചത് എന്തിനു പോകുന്നു, അവിടെ പോയിട്ട് എന്താണ് ബുക്കിംഗ്, അതായത് പർപ്പസ് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ഓട്ടോമാറ്റിക് ആ സമയത്ത് തന്നെ പറഞ്ഞു ഞങ്ങൾ എന്താ പറയുക ട്രാവൽ ബ്ലോഗാണ്, നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു, കുറേ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് കുറേ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നാട്ടിലെവിടെയാണ് അങ്ങനെയാണെന്ന് ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചങ്ങ് പോയി. തമിഴാണ് പുള്ളിയെ ഉണ്ടായത്, അതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ഉണ്ടായത്. നമുക്ക് വേറെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് അവിടെ എത്തിയിട്ട് ഒന്നും ബാധിച്ചില്ല എന്ന് പറയാം. അതിൽ ഡിപ്പാർച്ചർ ആ ഒരു സ്റ്റാമ്പ് അടിച്ചു. അതിനുശേഷം നേരെ പോയത് നമ്മുടെ സെക്യൂരിറ്റി മെയിൻ, അതായത് നമ്മുടെ ഇയർഫോൺ അടക്കം അതിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നവീൻ സാധാരണ നോർമൽ ചെരുപ്പായിട്ടത്, ആ ചെരുപ്പ് വരെ ഊരി ആ ഒരു ട്രെയിൽ വെച്ചിട്ടാണ്. അതായത് ഞങ്ങൾ 2 പേരുണ്ടല്ലോ, ഷൂ ഒന്നും അല്ല കേട്ടത്, സാധാരണ 2 ചെരുപ്പുകളെ ഇട്ടത്. ഇവൻ്റെത് പ്രശ്നമില്ല, പക്ഷെ ഞാൻ ഇട്ട് നടന്നപ്പോൾ എന്നോട് പറഞ്ഞു അത് ഊരിയിട്ട് അതിൽ ആ ട്രെയിൽ കൊണ്ടുവരണം പറഞ്ഞു. അപ്പം അത് ചെക്ക് ചെയ്ത് മലയാളിയാന്ന് പറഞ്ഞു. മലയാളിയാന്ന് എന്നോട് ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു, ഞാൻ കാസർഗോഡാന്ന് പറഞ്ഞു. അപ്പം പക്ഷെ അതൊന്നും ഇവിടെ ഭാഗമൊന്നുമല്ല, പക്ഷെ നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഒരു മണിക്കൂറിന് മുകളിൽ എന്തായാലും ഇരിക്കണം. 8 നമ്പർ ഗേറ്റിൽ നിന്ന് ഇപ്പോഴൊന്നും ഓപ്പൺ ആവില്ല. രാവിലെ ഇപ്പോൾ 9:55 കൊളംബോയിലേക്ക് ശ്രീലങ്കൻ എയർലൈൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാഫ്നയിലേക്ക് 10:40 ഇവിടുന്ന്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് 11:30. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നെ കോലാലംപൂർ ധാക്ക അങ്ങനെയില്ലേ, ഉച്ചയ്ക്ക് ശേഷമുണ്ട് ഈ കൊളംബോയിലേക്ക് ഫ്ലൈറ്റ്. ഞങ്ങളിങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് അതിലെവിടെയൊക്കെ ഇങ്ങനെ നടക്കുക. ഇൻഡിഗോൻ്റെ ഒരു കുട്ടി ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ ടൈപ്പ് അല്ല ഫ്ലൈറ്റ്, കുറച്ച് വലിയ ഫ്ലൈറ്റ് തന്നെയാണ്. ഇവിടെ വരും.
ഈ ഒരു ടൈപ്പ് ഫ്ലൈറ്റ് തന്നെയാണ് നമ്മുടെ ഇത്. ഖത്തർ എയർവേസിന്റെ ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. അത് കാർഗോ ആണ് കേട്ടോ, ഒരു ടേക്ക് ഓഫ് ആണ്. ഇതാ we invite families traveling with children and customers who require special. ശ്രീലങ്കൻ എയർലൈൻസ് കൊളംബോ. ആദ്യം ഇതിൽ പോയാലോ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇതിൽ നല്ല റേറ്റാണ്. ഇന്ത്യക്കാനെക്കാട്ടിയും നല്ല റേറ്റാണ് ടേക്ക് ഓഫ് മറ്റൊരു ഫ്ലൈറ്റിൻ്റെ. വിസ്താര. ഈ ഫ്ലൈറ്റിനാണ് നമുക്ക് കൊളംബോയിലോട്ട് പോകേണ്ടത്. ഗേറ്റ് ഓപ്പണായി, ഇനി നേരെ ഫ്ലൈറ്റിലേക്ക്. അവിടെ വേറൊരു ഇൻഡിഗോ കൂടിയുണ്ട്. നമ്മളിവിടെ ക്യൂ ആണ്, ഇവിടെയും ഉണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും ഇൻഡിഗോ മാത്രം. 10:30 ആകുമ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ ക്യൂ. ഫ്ലൈറ്റിൽ അങ്ങനെ ഇതാ കയറുകയാണ്. 34 ആണ്. അതായത് ഏറ്റവും ഒരു പുറകു ഭാഗത്ത്. ഹലോ, നേരെ മുന്നിലോട്ട്. എക്സ്ക്യൂസ് മീ. അങ്ങ് പുറകിലോട്ട് പോകണം. തേർട്ടി ഫോർ ഇതാ ഇവിടെയാണ്. ഇതാണ്ട ഇവിടെ ഒരു വിൻഡോയും ഒരു മിഡിൽ സീറ്റുമാണ്. മുകളിൽ ലഗേജ് വെച്ചാൽ മതി. ആ ഒരു ഭാഗത്തെല്ലാം ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ മുകളിൽ തന്നെ എന്താ 2 ബാഗ് വെച്ചോ. ഈ ഹാൻഡ് ബാഗ് ഇവിടെ കയ്യിൽ പിടിക്കാം അല്ലേ? പാസ് ശരി തന്നെ. അത് 2 ബാഗും വെച്ചോ. സീറ്റും ഇതും തമ്മിൽ ഇത്ര ഒരു ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ അധികം വലിയ മണിക്കൂറിന് യാത്ര ചെയ്യാനില്ലല്ലോ. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിക്കാം. ഞങ്ങൾ ഫുഡ് സ്ഥലത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സേഫ്റ്റീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നവരിത്. പിന്നെ ഈ ഭാഗത്ത് വിൻഡോ, നമുക്ക് പുറത്തെ നല്ല കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. 2 വിൻഡോ ഉണ്ട്. വിൻഡോ ഒക്കെ ക്ഷാമേ ഇല്ല. പിന്നെ AC വെൻ്റൊക്കെ ഈ ഭാഗത്താണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 11:30 തന്നെ ഫ്ലൈറ്റ് എടുത്തു. ഇത് ഇനി ഇവിടെ ഒരു എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്, അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ റൺവേയിലേക്ക് കയറുകയാണ്. ഈ ചെന്നൈ എയർപോർട്ടിന് മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. രാജ്യത്തെ ബിസി ആയിട്ടുള്ള 5ാമത്തെ എയർപോർട്ടാണ്.
ചെന്നൈ എയർപോർട്ടിന്റെ മുഴുവനായുള്ള ഒരു കാഴ്ച. ഇനിയിപ്പോൾ അങ്ങ് അവിടെ പോവും, അവിടെ നേരെ തിരിച്ച് ഇതുവഴി തന്നെ പോവും നല്ല സ്പീഡിൽ. ഇനി ഇവിടുന്ന് നേരെ റൺവേയിലേക്ക് കയറി. നല്ല കുലുക്കുണ്ട്. ഇപ്പോൾ ഈ കുലുക്കം സെറ്റാവണമെങ്കിൽ ഒരു നിശ്ചിത പൊസിഷനിലെത്തണം. മേഘത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും അധികം ഫ്ലൈറ്റ് യാത്ര നടത്താത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അത് വൊമിറ്റിംഗ് ഒന്നും അല്ല, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ വയറിനെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെവിക്ക് ടൈപ്പുണ്ടാ അല്ല, അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഉണ്ടായി. പിന്നെ മേലെത്തിയ ശേഷം ഇതിനൊരു ഇളക്കുണ്ട്. അന്നേരം മാത്രം, ആ ഒരു ചെറിയ സമയം മാത്രം. ഇപ്പം വലിയ കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാം. ആ സമയത്ത് ഞാനിങ്ങനെ കിടന്ന് കണ്ണടച്ച് ഒറ്റ കിടത്താണ്. ഈ ഫ്ലൈറ്റ് യാത്ര കൂടുതൽ പോയാൽ പിന്നെ ഇതൊക്കെ ഓക്കെ ആവും. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടുതൽ യാത്ര ചെയ്യണമല്ലേ, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതും ശീലമാവും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങാം, ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ഫുഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് പിന്നെ 1 മണിക്കൂർ യാത്രയും കൂടി ആയതുകൊണ്ട് പിന്നെ കൊടുത്തിട്ടില്ല. കരയുള്ള ഭാഗത്ത് നിന്നിപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി യാത്ര മുഴുവനും കടലിൻ്റെ മുകളിലൂടെയാണ്. തൊട്ട് മുന്നിലേക്ക് കാണുന്നില്ലേ, അത് രാം സേതുവിൻ്റെ ഭാഗങ്ങളാണോ എന്നൊരു സംശയം. കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ശ്രീലങ്കയിലെത്താനായി. ഇതത് തന്നെയാണ് രാം സേതു. പല ഭാഗങ്ങളും നമുക്ക് കാണാം അതിൻ്റെയൊക്കെ. ചില ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല കുലുക്കാണ്. അതാണ് ചിലർക്ക് നല്ല രീതിയിൽ അസ്വസ്ഥതകളൊക്കെ വരിക. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സമയത്ത് കണ്ണടച്ചവർ കിടക്കും. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ശ്രീലങ്കയാണ്. ഇനി ലാൻഡ് ചെയ്താൽ മാത്രം മതി. ഇത് മഴക്കാറല്ല അല്ലേ, നോർമൽ
അങ്ങനെ തോന്നുന്നു. ഇവിടെ ചെറിയ തോതിൽ മഴ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിതാ മേഘത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയത്ത് നല്ല കുലുക്കം. നല്ല കുലുക്കം. അടുത്തൊന്നും കൂടി ഉണ്ട്. വീണ്ടും കയറുകയാണ്. മറ്റേ വെറൈറ്റി എക്സ്പീരിയൻസ്. ഇനിയുണ്ട്. ഗർമിന്റെ അകത്തെ ഒരു കാഴ്ചയാണ്. പന്ത്രണ്ട് 45 ലാൻഡ് ചെയ്യാണ്. ഈ ഭാഗത്ത് മുഴുവനും പച്ചപ്പാണ്. ഇനി ഈ ഫ്ലൈറ്റിനോട് വിട പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എമിഗ്രേഷൻ്റെ അവിടെ നിന്നൊക്കെ വന്നേ. അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ടിൽ ആദ്യമായിട്ട് ഇതാ ശ്രീലങ്കൻ സ്റ്റാമ്പ് പതിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. എയർപോർട്ടിൽ നിന്ന് ഇതുവഴി ഇറങ്ങി വരുമ്പോൾ ഇവിടെ തന്നെയാണ് മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഷോപ്പുകളുള്ളത്. ഞങ്ങളുടെ കയ്യിലൊരു $100 ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. വെൽക്കം ടു ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയിലേക്ക് സ്വാഗതം. ഇനി അടുത്ത പരിപാടി ഇവിടുന്ന് സിം എടുക്കണം. ഒരുപാട് ഷോപ്പുകൾ കാണാം. എയർടെൽ ഉണ്ട്, പിന്നെ ഡയലോഗ് ഉണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ശ്രീലങ്കാസ് നമ്പർ 1 നെറ്റ്വർക്ക്. അപ്പോൾ എന്തായാലും അത് തന്നെ നമുക്ക് നോക്കാം. എയർടെലിൻ്റെ ഇവിടെയൊന്നും ആരുമില്ല. ഡയലോഗിൻ്റെ അവിടെ തന്നെയാണ് ആൾക്കാർ കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡയലോഗിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇതിൻ്റെ പ്ലാനുകളൊക്കെ ഉണ്ട്. വേണ്ട, ഡയലോഗിൻ്റെ പ്ലാൻസൊക്കെ ഇങ്ങനെയാണ്. 50 GB, 100 GB, 200 GB. ഈ RS എന്നുള്ളത് ഇവിടുത്തെ ശ്രീലങ്കൻ രൂപേനയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്ത്യൻ രൂപയല്ല. ഞങ്ങൾ ഇവിടുന്ന് സിം വാങ്ങിയതാ, അതിലേക്ക് ഫോണിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അൺലിമിറ്റഡ് ആണ് കോള്. അതുപോലെ തന്നെ 50 GB പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ GB ഡാറ്റ വേണമെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആ പാസ്വേഡ് അത് ഓണാക്കി നോക്ക്, കിട്ടുന്നുണ്ടോ നോക്ക്. ഒരു സിം വണ്ണിൽ തന്നെ വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. കൊളംബോയിലുള്ള ഈ എയർപോർട്ടിന്റെ പേര് ബണ്ടാരനായക ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. പിന്നെ ഇതാ ഇവിടെ തൊട്ട് മുന്നിലായി ശ്രീലങ്കൻ ഫ്ലാഗുകൾ. ഇനി ഇവിടുന്ന് കൊളംബോ മെയിൻ സിറ്റി ഭാഗത്തേക്ക് പോകാനുണ്ട്. ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ്സിൽ പോകണം, പക്ഷെ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 1 കിലോമീറ്ററിന്റെ മുകളിൽ ദൂരമുണ്ട് അല്ലേ? അതായത് ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല. നമ്മുടെ കൊളംബോ ഫോർട്ട് പേട്ട ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ബസ് കിട്ടണമെങ്കിൽ മെയിൻ റോഡ് പോകണം. മെയിൻ റോഡിൽ ആ ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്തേക്ക് 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പോയി നോക്കാം. വല്ല ഓട്ടോ ആയിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ അതിനായാലും പോവാം. ഇതാണ് ആ ഒരു മെയിൻ റോഡ്. ശ്രീലങ്കയിലേക്ക് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്, അതായത് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. പക്ഷേ ETA നിർബന്ധമാണ്. നമ്മൾ ശ്രീലങ്കയിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ നിങ്ങൾ ശ്രീലങ്കേൻ്റെ ETA എന്ന വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങളെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, അതായത് ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ്, നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ETA എടുക്കണം. ETA എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടെ വേണം. ആ പ്രിൻ്റ് ഔട്ടും പാസ്പോർട്ടുമാണ് ഇവിടുത്തെ എമിഗ്രേഷൻ്റെ
അവിടെ കാണിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് സ്റ്റാമ്പ് ചെയ്ത് തരുള്ളൂ. ആ സ്റ്റാമ്പ് ചെയ്ത് തരുന്ന സമയത്ത് അവർ ചോദിക്കും നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ ആ നിൽക്കുന്ന അത്രയും ദിവസം ആ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ, എവിടേക്കാണ് പോകുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഫുൾ ഡേ ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു 3-4 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് എന്തായാലും വേണം. കാരണം ഞങ്ങളോട് അതൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയ്ക്ക് വരുമ്പോൾ ETA മസ്റ്റായിട്ട് എടുക്കുക. കൊളംബോ ഇതുവഴി തന്നെയാണ്, തമിഴിൽ കൊഴുമ്പ് എന്നാണ്. ഇനിയിപ്പോൾ ഈ എയർപോർട്ടുള്ള ഭാഗത്തുനിന്ന് 1 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും ഉണ്ട്. കട്ടുനായക എന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിലുള്ള ഭാഗത്തേക്ക് പോകാൻ ഒരുപാട് ഓട്ടോ നോക്കി, ഒരു ഓട്ടോയും കണ്ടില്ല. പിന്നെ ഇനിയിപ്പോൾ നടന്നിട്ട് തന്നെ പോവാം. നല്ല വഴികളാണ്, നല്ല മരങ്ങളുള്ളതുകൊണ്ട് തണലും ഉണ്ട്. അതായത് ഈ എയർപോർട്ട് ഉള്ളത് ഒരുപാട് ഉള്ളിലേക്കാണ്. ഇനി അവിടുന്ന് ബസ് കയറിയിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് കൊളംബോ മെയിൻ ഫോർട്ട് ഭാഗത്തേക്ക്. അങ്ങനെ കൊളംബോ ഫോർട്ടിലേക്കുള്ള ബസ് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ രൂപയും ശ്രീലങ്കൻ രൂപയും ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പറയാം. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഇതിൽ യാത്ര ചെയ്യാം. വലിയ തിരക്കൊന്നുമില്ല, നല്ല ലൈറ്റും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. കൊളംബോ എത്തി. കൊളംബോ ഫോർട്ടിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറായി ഇപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ബ്ലോക്കാണ്. 1 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ കൊളംബോ ഫോർട്ട് ബസ് സ്റ്റേഷൻ്റെ ഇവിടെ വന്നിറങ്ങിയിരിക്കുകയാണ്. ഈ ബസ്സിൻ്റെ ചാർജ് എത്രയാണെന്ന് പറയണ്ടേ? അതുപോലെ തന്നെ ചാർജ് പറയുകയാണെങ്കിൽ 30 കിലോമീറ്റർ വരാൻ വേണ്ടിയിട്ട് ലങ്കൻ റുപ്പീസ് 2 പേർക്കും ചേർത്തിന് 300 രൂപയാണ് ആയത്. 500 രൂപ കൊടുത്തു, ബാക്കി 200 തരികയുണ്ടായി. ഈ പറഞ്ഞ പോലെ 300 കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, നമുക്കെന്തൊരു വലിയ പൈസ തോന്നും. പക്ഷേ അങ്ങനെ നോക്കാൻ പാടില്ല. നമ്മളത് ലങ്കൻ റുപ്പീസ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. അതായത് ഒരാൾക്ക് 150 രൂപയാണ് വന്നത് ലങ്കൻ റുപ്പീസ്. അത് ഇന്ത്യൻ റുപ്പീസ് പറയുമ്പോൾ ഏകദേശം ഒരു 42 രൂപ മാത്രമേ എയർപോർട്ടിൻ്റെ അവിടുത്തെ ഫോർട്ട് വരെ 30 കിലോമീറ്റർ നമുക്ക് ബസ്സിനായാലും ചീപ്പ് തന്നെ പറയാം. ഇനിയിപ്പം അടുത്ത പരിപാടി ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം. കാരണം 3:30 സമയം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ഭാഗത്തോട്ട് പോകാനാണ് പ്ലാൻ. നല്ല വഴിയാണ്. ഈ ഭാഗത്തേക്ക് തന്നെയാണ് നമ്മളെടുത്ത റൂമും. കൊളംബോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനായ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വഴിയെ പകർത്തുന്നതാണ്. അപ്പോൾ സ്റ്റേഷൻ ഇവിടെയാണ്. ഇതിൻ്റെ മുൻഭാഗത്തൂടെ തന്നെയാണ് നമുക്ക് നടന്നു പോകാനായിട്ടുള്ളത്. ഒരുപാട് ട്രെയിനിൻ്റെ ആ ഒരു വിവരത്തിൻ്റെ അതൊക്കെ അവിടെ കാണാം. ലങ്കൻ റെയിൽവേ അടിപൊളി തന്നെയാണ്. എന്തായാലും ഞങ്ങൾ ഒരുപാട് ട്രെയിനിൽ കയറുന്നുണ്ട്. കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെടുത്ത ഒരു പ്രോപ്പർട്ടി വരുന്നത്, സിറ്റി റെസ്റ്റ് ഫോർട്ട്. അപ്പോൾ അതാ ഇവിടെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഡോർമെട്രി ആണ്. അപ്പോൾ കോമൺ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇവിടെയാണ്. ഡോർമെട്രി എന്ന് പറയുന്നത് ചുമ്മാ വിരിച്ചിട്ട വലിയൊരു മുറിയല്ല. ഞങ്ങൾ പ്രൈവറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. 2 ബെഡ് ഉണ്ട്. അതായത് ഇത് ബങ്കർ ബെഡാണ്. ഇവിടെ ഒരാൾക്ക് കിടക്കാം, സുഖമായിട്ട് വലിയ ബെഡാണ്. ഇവിടെ ഇതാ ഈ താഴെ ഭാഗത്തും കിടക്കാം. പിന്നെ ചാർജിങ് പോയിന്റ് ആകെ 1 മാത്രമേ ഉള്ളൂ. നല്ല വിശാലമായ മുറിയാണ്. പിന്നെ ഇത് AC ഡോർമെട്രി ആണ്. നമുക്ക് ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ലോക്ക് സംഭവം കിട്ടുകയും ചെയ്യും. പിന്നെ ചാർജറിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ ചാർജർ മറ്റേ ടൈപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അതൊക്കെ അതായത് എക്സ്ട്രാ ഒരു പ്ലഗ് ഒക്കെ കയ്യിൽ കരുതിയിട്ട് തന്നെയാണ് വന്നത്. പിന്നെ നമ്മുടെ ഡോർമെട്രി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ കൊളംബോ ഭാഗത്ത് ഏറ്റവും ചീപ്പായിട്ട് ഞങ്ങൾ ഓൺലൈൻ വഴി നോക്കിയ സമയത്ത് ഇതാണ് കണ്ടത്. ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈൻ വഴി ബുക്ക് വന്ന സമയത്ത് ഇവിടെ വന്ന റൂം കിട്ടുമെന്നൊക്കെ. പക്ഷെ അതായത് ഞങ്ങൾ പേ ആയിട്ട് ഹോട്ടലല്ല കൊടുത്തത്, ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്തിയിട്ട് തന്നെയാണ് വന്നത്. ഇനി ഇതിന്റെ ചാർജ് പറയണല്ലോ, ലങ്കൻ റുപ്പീസ് 4,900 അങ്ങാണ്ട് വരുന്നുണ്ട്. 4,900 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിയാവും, ഭയങ്കര പൈസ എന്ന് ചോദിക്കും. പക്ഷെ ഇന്ത്യൻ റുപ്പിയിലേക്ക് വരുവാണെങ്കിൽ 1,400 രൂപക്കാണ് 2 പേർക്ക് ഇവിടെ റൂം കിട്ടിയത്. ഇന്നലെ രാവിലെ മഴയത്ത് തുടങ്ങിയ യാത്രയാണ്. ഇന്നിതാ ശ്രീലങ്കയുടെ ക്യാപിറ്റലായ കൊളംബോയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ 9 പ്രൊവിൻസുകളാണ് ഉള്ളത്. ഈ 9 എണ്ണത്തിൽ എന്താ പറയാ, ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്.
നമുക്ക് 30 ദിവസത്തെ വിസയാണല്ലോ കിട്ടിയത്. 15 ദിവസം കൂടുതൽ ഞങ്ങൾ ഈ ശ്രീലങ്കയിൽ തന്നെ ഉണ്ട്. വ്യത്യസ്തമായ റൂട്ടിലേക്കുള്ള ട്രെയിൻ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഒരു ഓൾ ശ്രീലങ്ക തന്നെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു ശ്രീലങ്കയിലേക്കുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.